നമസ്കാരം. ട്രംപ് പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണ്. ഇറാനുമായി നിലനിൽക്കുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മിഡിൽ ഈസ്റ്റിലേക്ക് മറ്റൊരു വിമാനവാഹിനി സേന കൂടി അയക്കാൻ സാധ്യതയുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തിയത് ഞെട്ടലോടെയാണ് ലോകരാഷ്ട്രങ്ങൾ നോക്കിക്കാണുന്നത്. അവിടെ തങ്ങൾക്ക് ഒരു നാവിക സേനയുണ്ടെന്നും മറ്റൊന്ന് വഴിയിലാണെന്നും ആക്സിയോസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് പറഞ്ഞത്. ഇറാനുമായി ഉണ്ടാകുന്ന ഏതൊരു കരാറിലും അവരുടെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടണമെന്നും ട്രംപ് പറഞ്ഞു. ഇറാനുമായി മികച്ചൊരു കരാർ ഉണ്ടാക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഖത്തറിലെ അൽ ഉദൈദ് വ്യോമത്താവളത്തിൽ അമേരിക്കൻ സേന പാട്രിയറ്റ് വ്യോമ പ്രതിരോധ മിസൈലുകൾ ട്രക്ക് ലോഞ്ചറുകളിലേക്ക് മാറ്റിയെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഈ പരാമർശങ്ങൾ പുറത്തുവരുന്നത്. പാട്രിയറ്റ് മിസൈലുകൾ അർദ്ധസ്ഥിര ലോഞ്ചർ സ്റ്റേഷനുകൾക്ക് പകരം M983 ഹെവി എക്സ്പാൻഡഡ് മൊബിലിറ്റി ടാക്ടിക്കൽ ട്രക്കുകളിൽ സ്ഥാപിച്ചുവെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത്. ഇതുവഴി ഇറാൻ ലക്ഷ്യമാക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാവുകയും ആവശ്യമെങ്കിൽ വേഗത്തിൽ വിന്യസിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ തീരുമാനത്തിലൂടെ പാട്രിയറ്റ് സംവിധാനങ്ങൾക്ക് കൂടുതൽ ചലനക്ഷമത ലഭിക്കുകയും അവയെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയോ വളരെ വേഗത്തിൽ പുനർവിന്യാസം നടത്തുകയോ ചെയ്യാൻ കഴിയുമെന്ന് കണ്ടസ്റ്റഡ് ഗ്രൗണ്ട് എന്ന സ്ഥാപനത്തിലെ ഫോറൻസിക് ഇമേജറി അനലിസ്റ്റും വ്യക്തമാക്കി. ഇറാനുമായി നിലനിൽക്കുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മിഡിൽ ഈസ്റ്റിലേക്ക് മറ്റൊരു വിമാനവാഹിനി സേന കൂടി അയക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശം ആഗോള രാഷ്ട്രീയത്തിൽ വീണ്ടും ആശങ്കകൾ ഉയർത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസ്താവന സമാധാനത്തിനേക്കാൾ ശക്തി പ്രദർശനത്തെ മുൻനിർത്തുന്ന സമീപനത്തിന്റെ സൂചനയായി വിലയിരുത്തപ്പെടും. ഇത് വെറും സൈനിക നീക്കമാവില്ല, ലോക സമാധാനത്തെ ബാധിക്കാവുന്ന ഒരു ആറ്റം ബോംബ് തന്നെയാണ് എന്ന് വേണം കണക്കാക്കാൻ. മിഡിൽ ഈസ്റ്റ് ഇതിനകം തന്നെ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും മതസംഘർഷങ്ങൾക്കും പ്രോക്സി യുദ്ധങ്ങൾക്കും സാക്ഷിയായ പ്രദേശമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ അമേരിക്കയുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നത് പ്രശ്ന പരിഹാരത്തിനേക്കാൾ പ്രശ്ന വിപുലീകരണത്തിനാണ് വഴിയൊരുക്കുക. ഇറാൻ പോലുള്ള പ്രാദേശിക ശക്തിയുമായി നേരിട്ടുള്ള സംഘർഷം ആരംഭിക്കുന്നത് അനന്തഫലങ്ങൾ പ്രവചിക്കാൻ കഴിയാത്ത ഒരു അപകടകരമായ നീക്കമാകും. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ യുദ്ധങ്ങൾ എളുപ്പത്തിൽ ആരംഭിക്കാമെങ്കിലും അവ അവസാനിപ്പിക്കുന്നത് ദുഷ്കരമാണ് എന്നതാണ്. ട്രംപിന്റെ വിദേശ നയത്തിൽ പലപ്പോഴും കാണപ്പെട്ടിട്ടുള്ളത് ഏകപക്ഷീയവും ആക്രമണാത്മകവുമായ സമീപനമാണ്. ഇറാനുമായി ഒപ്പുവെച്ചിരുന്ന ആണവ കരാർ പിൻവലിച്ചത് മുതൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത് വരെ അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ സംഘർഷം കുറയ്ക്കുന്നതിലല്ല, മറിച്ച് സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഇതിന്റെ ഫലമായി ഇറാനും കൂടുതൽ കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങുകയും മേഖലയിൽ തർക്കങ്ങൾ കനക്കുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും സൈനിക ശക്തി പ്രദർശിപ്പിക്കുന്നത് സംവാദത്തിനുള്ള വാതിലുകൾ അടയ്ക്കുന്നതിന് തുല്യമാണ്. അമേരിക്കയുടെ ആഗോള പ്രതിച്ഛായയും ഇതിലൂടെ ചോദ്യം ചെയ്യപ്പെടും. ലോകത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രം എന്ന ലേബലിൽ അമേരിക്കയ്ക്കുള്ള ഉത്തരവാദിത്വം പ്രശ്ന പരിഹാരത്തിനായി നയതന്ത്ര മാർഗങ്ങൾ ശക്തിപ്പെടുത്തുക എന്നതാണ്. എന്നാൽ നിരന്തരം സൈനിക ശക്തി മുൻനിർത്തുന്ന സമീപനം അമേരിക്കയെ ഒരു സമാധാന രക്ഷക രാജ്യമായി കാണുന്നതിനേക്കാൾ ഒരു ശക്തി പ്രദർശക ശക്തിയായി കാണാൻ മറ്റു രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഇത് ദീർഘകാലത്ത് US-ന്റെ സഖ്യബന്ധങ്ങൾക്കും ബാധകമാണ്. സാമ്പത്തികമായും ഇത്തരം സൈനിക നീക്കങ്ങൾ വലിയ ഭാരമാണ്. ഒരു വിമാനവാഹിനി സേനയെ വിന്യസിക്കുന്നത് തന്നെ കോടിക്കണക്കിന് ഡോളറുകളുടെ ചെലവാണ്. ആഭ്യന്തരമായ ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, തൊഴിലവസരങ്ങൾ തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപം ആവശ്യമായ സമയത്ത് വിദേശ യുദ്ധ സന്നാഹങ്ങൾക്ക് കൂടുതൽ ധനം ചെലവഴിക്കുന്നത് അമേരിക്കൻ ജനങ്ങളുടെ മുൻഗണനകളോട് പൊരുത്തപ്പെടുന്നതാണോ എന്ന ചോദ്യം ഇവിടെ ഉയരും. ഒരു ദീർഘകാല സംഘർഷം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ തളർത്താൻ സാധ്യതയുണ്ട്. കൂടാതെ ഇറാനെ പ്രകോപിപ്പിക്കുന്നതിലൂടെ മേഖലയിൽ പ്രോക്സി യുദ്ധങ്ങൾ ശക്തിപ്പെടാനും സാധ്യതയുണ്ട്. ഇറാൻ പിന്തുണയ്ക്കുന്ന വിവിധ സായുധ സംഘങ്ങൾ മിഡിൽ ഈസ്റ്റിൽ സജീവമാണ്. നേരിട്ടോ പരോക്ഷമായോ അമേരിക്കൻ താൽപര്യങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിച്ചാൽ അതിന് മറുപടിയായി കൂടുതൽ സൈനിക ഇടപെടലുകൾ അതോടെ അനിവാര്യമാണ്. അങ്ങനെ ഒരു നിയന്ത്രണാതീതമായ സംഘർഷത്തിലേക്ക് സ്ഥിതി നീങ്ങാനിടയുണ്ട്. ഗൾഫ് മേഖലയിൽ ആക്രമണം നടത്തുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത് എന്നത് ഭീകരത വർദ്ധിപ്പിക്കുന്നു എന്ന് വേണം പറയാൻ. ലോകം ഇന്ന് ബഹുസ്വര ശക്തി കേന്ദ്രത്തിലേക്കാണ് മാറുന്നത്. ചൈന, റഷ്യ എന്നിവയുടെ വളർച്ചയോടെ ആഗോള ശക്തി സമവാക്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിൽ പുതിയൊരു വലിയ സംഘർഷം ആരംഭിക്കുന്നത് അമേരിക്കയുടെ തന്ത്രപരമായ ശ്രദ്ധ മാറാനും മറ്റു ശക്തികൾക്ക് ആഗോള വേദിയിൽ കൂടുതൽ സ്വാധീനം നേടാൻ ഇടയാക്കുകയും ചെയ്യും. ഇത് ദീർഘകാലത്ത് US-ന്റെ ആഗോള മേൽക്കോയ്മയെ തന്നെ ദുർബലപ്പെടുത്താൻ ഇടയാക്കും. ട്രംപ് വീണ്ടും ഇറാനെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ തുടരുകയാണെങ്കിൽ അത് മിഡിൽ ഈസ്റ്റിനെയും അമേരിക്കയെയും ഒരുപോലെ അപകടത്തിലാക്കും. ശക്തി പ്രദർശനത്തിന്റെ രാഷ്ട്രീയം താൽക്കാലികമായി ആഭ്യന്തര പിന്തുണ നേടുമെങ്കിലും അതിന്റെ തിരിച്ചടി ചരിത്രത്തിൽ പലവട്ടം കണ്ടതാണ്. ഒരു മഹാശക്തിയുടെ യഥാർത്ഥ ശക്തി യുദ്ധം തുടങ്ങാനുള്ള കഴിവിലല്ല, മറിച്ച് യുദ്ധം ഒഴിവാക്കാനുള്ള കഴിവിലാണ്. ഇറാനുമായി സംഘർഷം വർദ്ധിപ്പിക്കുന്നതിലൂടെ അമേരിക്ക സ്വന്തം ഭാവിയെ തന്നെ അപകടത്തിലാക്കരുത്. ലോകം പ്രതീക്ഷിക്കുന്നത് ഒരു ഉത്തരവാദിത്തപരമായ നേതൃത്വമാണ്, പ്രകോപന രാഷ്ട്രീയമല്ല.